ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല ഒരു സ്ട്രോബെറി കേക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ എല്ലാവിധ ആശംസകളും. നല്ല ഫ്രഷായ ഒരു വർഷത്തിൽ ഫ്രഷായ സ്ട്രോബെറി വെച്ചിട്ടുള്ള കേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമുക്കിതുപോലെ മാർക്കറ്റിൽ സ്ട്രോബെറി മേടിക്കാൻ കിട്ടും. നല്ല വൃത്തിക്ക് കഴുകി റെഡിയാക്കി എടുക്കണം. അതിന് ശേഷമേ നമുക്ക് കേക്കിനായിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇതിൻ്റെ ഒരു പകുതി പോർഷൻ എടുത്ത് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അതായത് ആ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറിയുടെ ടേസ്റ്റ് ഒട്ടും നഷ്ടപ്പെടാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വേവിക്കുകയോ ഷുഗർ സിറപ്പിലൊന്നും ഇടാതെ ഞാൻ അങ്ങനെ തന്നെ കട്ട് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. അതിനകത്തേക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചതിനകത്തേക്ക് കുറച്ച് സ്ട്രോബെറിയുടെ ക്രഷ് മേടിച്ചത് നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടും. അതും കൂടെ ഇതിനകത്ത് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. കംപ്ലീറ്റ് നമ്മുടെ ഈ കേക്ക് സ്ട്രോബെറിയിൽ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഇതുപോലെ നമ്മൾ റെഡിയാക്കി എടുക്കണം. നമുക്ക് ക്രഷ് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും കേട്ടോ. അതും കൂടെ അപ്പം നമ്മൾ വേറെ സ്ട്രോബെറി ഇങ്ങനെ വേവിക്കേണ്ടൊന്നും ആവശ്യമില്ല. ഫ്രഷായിട്ട് തന്നെ നമുക്ക് കടിക്കുകയും ചെയ്യാം. ഇനി നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്കും നമ്മൾ കുറച്ച് ക്രഷ് ഒഴിച്ചു കൊടുക്കണം. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ സോക്ക് ചെയ്യുന്ന സമയത്ത് കേക്കിൻ്റെ പീസ് നമ്മൾ അതിനും ആ ഒരു ഫ്ലേവർ കിട്ടണമല്ലോ, അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ആ സിറപ്പും സ്ട്രോബെറി സിറപ്പാക്കി അതും അങ്ങ് മാറ്റി വയ്ക്കണം. ഞാൻ കേക്ക് ഇവിടെ ആദ്യമേ ചെയ്തിട്ടുണ്ട്. വനില ഫ്ലേവറിലോ ഉള്ളൊരു കേക്കാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്വയർ മോൾഡിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഒരു പാർട്ടിക്ക് ഓർഡർ കൊടുക്കാനുള്ളതായതുകൊണ്ട് അവർക്കിത് കട്ട് ചെയ്ത് കുറേ പേര് ചേർന്നൊരു ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് സ്ക്വയർ മോൾഡിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലെ പാർട്ട് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിക്കളയണം. എന്നാലേ നമുക്ക് ക്രീം ഐസിങ് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ, വനില കേക്കിൽ ഞാനൊരു ചെറിയൊരു സ്ട്രോബെറി കളറൊക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ കറക്റ്റ് കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലെയുള്ള കേക്കുമാണ് കേട്ടോ. ഇനി നമ്മളിത് ഐസിങ് ചെയ്യാൻ വേണ്ടി ആദ്യം ഒരു ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിന് മുകളിലായിട്ട് വേണം കേക്കിൻ്റെ പീസ് വയ്ക്കാൻ. 3 ലെയറാണ് ഞാനിവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരിക്കുന്ന സ്ട്രോബെറി സിറപ്പും കൊണ്ട് കേക്കൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. കേക്കിൻ്റെ പീസ് അതിന് മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എമ്മി കേക്ക് എന്ന് പറഞ്ഞാൽ എമ്മിയാണ്. കാരണം എനിക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ടതായതുകൊണ്ടാണ് ഈ പുതുവത്സരത്തിൽ ഞാൻ നിങ്ങളോട് ഇത് തന്നെ നിങ്ങൾക്ക് തരാം എന്ന് വെച്ചത്. നന്നായിട്ട് ഐസിങ് ചെയ്തിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ സ്ട്രോബെറിയുടെ മിക്സ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആ ലെയറിൽ ഇട്ട് കൊടുക്കണം. 2 ലെയറിലിടാനുള്ളത് ആണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നത്. അത് ഇതുപോലെ കംപ്ലീറ്റ് ഇട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് അടുത്ത ലെയറും കൂടെ വെക്കണം. നമ്മളിത് റിപ്പീറ്റ് ചെയ്യണം. വെറ്റ് ചെയ്ത് ക്രീം ഇട്ട് അതിന് മുകളിൽ ക്രഷ് ഇട്ട് സെക്കൻഡ് ലെയറും റിപ്പീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ലാസ്റ്റ് ലെയർ ഞാൻ ക്രീമിട്ട് കംപ്ലീറ്റ് ക്രീമിട്ട് ലെവൽ ചെയ്ത് റെഡിയാക്കുവാണ്. സ്ക്വയർ ഷേപ്പിലുള്ള കേക്കാകുമ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. റൗണ്ട് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ആണ് ഇതിന് ഒരു ചെറിയ ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂവർ വെച്ചിട്ട് നൈഫ് വെച്ചിട്ടോ നമുക്കിതേപോലെ സൈഡിലൊന്ന് വരഞ്ഞു കൊടുത്താൽ നമുക്ക് റെഡിയായി കിട്ടും. ഞാനിവിടെ ടോപ്പും കൂടെ അങ്ങനെയൊന്ന് ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിത് ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായാലേ നമുക്കതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ചെറിയൊരു ഡിസൈന് കൊടുക്കുന്നുണ്ട്. സ്ട്രോബെറിക്ക് ഗ്രീന് റെഡ് ഒക്കെ ആണല്ലോ അതിൻ്റെ തീം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കെല്ലാവർക്കും ഈ സ്ട്രോബെറി കേക്കിൻ്റെ
വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞാൻ സ്ട്രോബെറി 2 പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചതിൻ്റെ മുകളിൽ കുറച്ച് ഐസിങ് ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇനി കേക്കിന് മുകളിലായിട്ട് വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഇത് ഓർഡറുള്ള കേക്ക് ആയതുകൊണ്ട് ഞാൻ നിങ്ങളെ ഇത് കട്ട് ചെയ്ത് കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കട്ട് ചെയ്ത് നിങ്ങൾ തന്നെ ഒന്ന് കഴിച്ച് നോക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകുക. നല്ല ഒരു വർഷം എല്ലാവർക്കും ആശംസിക്കുന്നു. സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒക്കെ ഒരു വർഷമായിരിക്കട്ടെ വരാൻ പോകുന്നതെന്ന് ആശംസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. Please like, share and subscribe Shaji's Kitchen Malappuram.